ഇന്ന് നമുക്ക് പാൻറ്റ് തയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ നോർമൽ പാൻറ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് സ്റ്റിച്ചിങ്ങും കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ എലാസ്റ്റിക് ഇടാനുള്ള എളുപ്പ മാർഗ്ഗം കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. എലാസ്റ്റിക് ഇടുമ്പോൾ അളവ് തെറ്റുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ, കമൻറ്റും ചെയ്യണേ. അപ്പോൾ നമ്മൾ തുണി 4 മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ അളവ് പാൻറ്റ് വെച്ച് കൊടുക്കുക. അളവ് പാൻറ്റ് ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് അടിവശം അതേപോലെ ഈ ജോയിൻ്റ് മൂലയൊക്കെ കറക്റ്റ് ആക്കിയിട്ട് വെക്കട്ടോ. ഇതൊരു പലാസ പാൻറ്റ് പോലത്തെ ആണ് കേട്ടോ, ചെറിയതാണ്, ചെറിയ ആളുടേതാണ്. ഇനി നമുക്ക് ഈ തുണി 4 മടക്കിയിട്ട് ഏറ്റവും മുകളിൽ ഇതേപോലെ ഞാനൊരു 1.5 ഇഞ്ചിൽ നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1.5 ഇഞ്ചാണ് ഇത്. നമുക്ക് എലാസ്റ്റിക് വെക്കുമ്പോൾ മടക്കാനായിട്ടുള്ള ഭാഗമാണ്. ഇനി നമുക്ക് പാൻറ്റ് 4 മടക്കി നമ്മുടെ തുണിയുടെ മുകളിലേക്ക് വെക്കണം. അപ്പോൾ ഈ 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ മുകളിലൂടെ ഏറ്റവും മുകളിലൂടെ വെക്കണ്ട, ഈ മാർക്കിൻ്റെ താഴത്തേക്ക് മതി വെക്കാൻ കേട്ടോ. ഇനി നമുക്കിതിൻ്റെ അരവണ്ണമാണ് ആദ്യം പിടിക്കേണ്ടത്. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ ഒരിക്കലും അരവണ്ണം പിടിക്കരുത്. ഈ ഭാഗത്തു നിന്ന് ഇതേപോലെ തുണി വലിച്ച് പിടിക്കുക, തുണി 4 പിടിച്ചിട്ട്. ഇനി നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളതെന്ന് നോക്കുക, അളവ് നമ്മളെ പാൻറ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ ആ അളവ് എടുത്തിട്ട് അതേപോലെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന അളവ് പാൻറ്റിനേക്കാളും ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ എക്സ്ട്രാ ഒരു 1.5 ഇഞ്ചോളം വേറെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ജോയിൻ്റ് മൂലയാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ജോയിൻ്റ് മൂലയും കൂടി മാർക്ക് ചെയ്തെടുക്കാം. ജോയിൻ്റ് മൂല നമുക്ക് കിട്ടിയിട്ടുള്ളത് 14 ഇഞ്ചാണ്. അപ്പോൾ ഞാനൊരു 1/2 ഇഞ്ചും കൂടി കൂട്ടി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നിട്ട് നേരെ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അപ്പുറത്തേക്കുള്ളത് നമുക്ക് തയ്യൽ തുമ്പും ഒക്കെയാണ് കേട്ടോ. കറക്റ്റ് ഇതിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ ഈ തയ്യൽ തുമ്പിലൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാൻറ്റ് ഇതേപോലെ കറക്റ്റായിട്ട് വെക്കുക. നമ്മൾ നേരത്തെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ താഴത്തേക്ക് വേണം വെക്കാനായിട്ട്. 1.5 ഇഞ്ചിൻ്റെ മുകളിലേക്ക് വെക്കരുത് കേട്ടോ. ഇനി നേരെ താഴത്തേക്ക് ഇതിൻ്റെ അടിവശം നോക്കുക, ലെങ്ത്ത് നോക്കുക. അതേപോലെ ലെങ്ത്തിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് അടിവശം മടക്കിയെടുക്കാനായിട്ട് ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. വീതിയിൽ മടക്കണം എന്നുണ്ടെങ്കിൽ 2 ഇഞ്ചിലും മാർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇതിൻ്റെ അടിവശം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ജോയിൻ്റ് മൂലയാണ്. അപ്പോൾ ജോയിൻ്റ് മൂല നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങോട്ടും നമുക്ക് ഒരു 2 ഇഞ്ചോ 2.5 ഇഞ്ചോ എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ജോയിൻ്റ് മൂല കറക്റ്റ് അളവോട് മാർക്ക് ചെയ്തിരുന്നില്ല, അരവണ്ണം അതിൽ നിന്ന് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ആ 2 ഇഞ്ചിലേക്ക് ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ അടിവശമാണ്. അടിവശം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ ഇങ്ങനെ ഒന്നുകൊണ്ട് വരച്ചെടുക്കുന്നത് എലാസ്റ്റിക് പാൻറ്റ് ആയതുകൊണ്ട് ഒരു ഇത്തിരി ലൂസ് ഇട്ടാലും കുഴപ്പമില്ല. ആ ജോയിൻ്റ് മൂലയിൽ നിന്ന് ഞാൻ അടിവശത്തേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ജോയിൻ്റ് മൂലയിൽ നിന്നും ഇതുപോലെ താഴത്തേക്ക് മാർക്ക് ചെയ്തെടുത്തൊക്കെ വെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ആ കുഴിച്ച് വരച്ച ഭാഗം ഉണ്ടല്ലോ, 1/2 ഇഞ്ച് നമ്മൾ കൂടുതൽ ഇട്ടിട്ടാണ് ഇവിടെ അരവണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ കൂടെ തന്നെ നമുക്ക് വെട്ടി ആ കുഴിച്ച ഭാഗത്തേക്കൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുക. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ സ്കെയിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നേരെ താഴത്തേക്ക് അടിവശം, അതും കൂടി നേരെ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പാൻറ്റ് കട്ടിങ് നമുക്ക് വളരെ എളുപ്പമാണ്. അളവ് പാൻറ്റ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. ഞാൻ ആ അടിവശം മാർക്ക് ചെയ്തതിനേക്കാളും ഒരു 1/2 ഇഞ്ചും കൂടി കൂടുതലിട്ട് വെട്ടുന്നുണ്ട്. കാരണം നമുക്ക് മടക്കിയെടുക്കാൻ ഒന്ന് വീതി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മടക്കിയെടുക്കാനുള്ള ഭാഗം എത്രയാണോ നമ്മൾ കൂടുതലിട്ടെന്ന് വെച്ചാൽ അവിടെ കൂട്ടിപ്പിടിച്ചിട്ട് മൊത്തത്തിൽ എല്ലാ തുണി കൂടി കൂട്ടിപ്പിടിച്ച് ഒരു വെട്ട് കൊടുക്കുക. മടക്കിയെടുക്കുമ്പോൾ എത്ര പുഴ നമ്മൾ ഇട്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ അരവണ്ണത്തിൻ്റെ അവിടെ ഞാനൊരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ അവിടെ. ഇനി നമുക്ക് ഇലാസ്റ്റിക്കാണ്. ഇലാസ്റ്റിക് ഞാനിത് 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ വെട്ട് അളവെടുക്കുക ഒന്നും വേണ്ട, കാരണം നമുക്ക് ഇലാസ്റ്റിക് തയ്ച്ചതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അരവണ്ണത്തിന് നമ്മൾ ഇലാസ്റ്റിക് എടുക്കുമ്പോൾ ഇതേപോലെ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ നിന്ന് ഒരിക്കലും അരവണ്ണം എടുക്കരുത്. ഇലാസ്റ്റിക്കിനായിട്ട് ഇതേപോലെ നമ്മൾ ഈ താഴ്വശം ഉണ്ടല്ലോ അവിടെ ചുളുങ്ങി കിടക്കുന്ന തുണി അത് വലിച്ചു പിടിച്ച് അളവെടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് വലിച്ചു പിടിച്ചിട്ട് നമുക്ക് ഏത് അളവിലാണോ കിട്ടുന്നത് ആ അളവിന് നിന്നും ഒരു 3 ഇഞ്ച് കുറച്ചിട്ടാണ് സാധാ എല്ലാവരും ഇലാസ്റ്റിക്കിന് എടുക്കാറ്. 3-4 ഇഞ്ച് കുറക്കും അരവണ്ണത്തിനേക്കാളും. അങ്ങനെയാണ് എല്ലാവരും ഇലാസ്റ്റിക് എടുക്കാറ് പാൻറ്റിന്. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇലാസ്റ്റിക് അളവെടുത്ത് മുറിക്കുക ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇലാസ്റ്റിക് നമുക്ക് അടിച്ചതിന് ശേഷമാണ് ഞാൻ അളവെടുക്കുന്നത്.
അപ്പം ഞാനിതേപോലെ ആദ്യം നമ്മൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാണ്. അതിന് മുന്നേ അടിവശം നമുക്കൊന്ന് മടക്കി തയ്ക്കാം. അപ്പോൾ നമ്മൾ ആ വെട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ സെൻറ്റർ വരുന്ന രീതിയിൽ പിടിച്ച് കാലിൻ്റെ അടിവശം മടക്കി തയ്ച്ചു കൊടുക്കുക. ഇതേപോലെ തന്നെ മറ്റേ കാലും മടക്കി തയ്ക്കുക കേട്ടോ. അപ്പോൾ 2 കാലും ഇതേപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മൾ ആ വെട്ടിട്ട ഭാഗത്ത് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ആദ്യം മടക്കി പിന്നെ ആ വെട്ട് സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 പാൻറ്റും നമ്മൾ കാല് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ടും നിവർത്തിയിടുക. എന്നിട്ട് നല്ലതും കൂടി ഒരുമിച്ച് വെച്ച് കൊടുക്കുക. അതായത് മുകളിലേക്ക് നല്ല വശം, പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നത് ഉള്ളിലേക്ക് പോകണം നല്ല വശം. അപ്പം നല്ലതും കൂടി കൂട്ടി ചേർത്ത് വെച്ച് ജോയിൻറ്റ് മൂല നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിതേപോലെ മൂലഭാഗം നമുക്ക് കറക്റ്റായിട്ട് പിടിക്കണം കേട്ടോ. എന്നതിന് ശേഷം ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് കെട്ടിട്ട് തയ്ച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ തയ്ക്കുന്ന ഇടയിൽ തന്നെ അത് ചിലപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് അഴിഞ്ഞ് പോരും കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെപ്പോഴും തയ്ക്കുമ്പോൾ കെട്ടിട്ട് തയ്ച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഈ ജോയിൻറ്റ് അവസാനം വരെ എത്തുന്നവരെ ഞാൻ തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുഴിച്ച് വരച്ചിട്ടുണ്ടല്ലോ, ആ ഷേപ്പ് പോലെ തന്നെ ആ ഷേപ്പിലൂടെ തന്നെ തയ്ച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. നമ്മൾ പുതിയ ഡ്രസ്സൊക്കെയാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഡബിൾ സ്റ്റിച്ച് അതിനോടൊപ്പം തന്നെ കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ തയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമുക്ക് ജോയിൻറ്റ് കൂട്ടിയടിക്കണം. ഇതേപോലെ തന്നെ 2 ഭാഗവും ഒരുമിച്ച് പിടിച്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കെട്ടിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ഒട്ടും അറിയാത്തവരുണ്ടെങ്കിലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ആരും. പിന്നെ അപ്പോൾ നമ്മൾ 2 ഭാഗം ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി വെക്കാം. നിവർത്തി വെച്ചിട്ട് കാലിൻ്റെ അടിവശം അളവെടുത്തിട്ട് നമുക്ക് കാല് ജോയിൻറ്റ് ചെയ്തിട്ട് ഇതുപോലെ മൂല കറക്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ നമ്മുടെ പാൻറ്റിൻ്റെ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് എലാസ്റ്റിക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാൻ അളവ് ബാൻഡ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്നുണ്ട്. അളവ് ബാൻഡിനേക്കാൾ ഒരു 1/2 ഇഞ്ചോളം ഞാൻ തയ്യൽ തുമ്പ് കൂട്ടിയിട്ടിട്ടാണ് തയ്ക്കുന്നത് കേട്ടോ. ഈ പാൻറ്റ് നന്നായിട്ട് ചുളുങ്ങി കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് അളവിൽ ഒരു വ്യത്യാസം വരണ്ടെന്ന് കരുതിയിട്ടാണ്. ഇനി ഇതേപോലെ നമുക്ക് അളവ് ബാൻഡ് വെച്ചിട്ട് കാലിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഞാനൊന്ന് കെട്ടിട്ട് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഞാൻ 2 ഇഞ്ചോളം തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ആ മാർക്ക് ചെയ്തതിൽ കൂടെ നമുക്കിങ്ങനെ തയ്ച്ച് ആ ജോയിൻറ്റ് മൂല കറക്റ്റ് ചെയ്തിട്ട് വരണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിവശം എത്തുമ്പോൾ കാലിൻ്റെ ഭാഗം കയറ്റിറക്കം വരും. അപ്പോൾ അത് ജോയിൻറ്റ് മൂല കറക്റ്റ് ആയാലാണ് നമുക്ക് അടിവശം കയറ്റിറക്കം വരാതിരിക്കുക. ഇപ്പം അങ്ങനെയൊക്കെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അരവണ്ണം ഇലാസ്റ്റിക് വെക്കുന്നവിടാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഇലാസ്റ്റിക് വെക്കുന്ന അരവണ്ണത്തിൻ്റെ മുകൾ വശം തേരുവശം ആയതുകൊണ്ട് ഞാൻ അവിടെ ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് മടക്കി തയ്ക്കണില്ല. നിങ്ങൾക്ക് കട്ട് ചെയ്ത തുണിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 1/4 ഇഞ്ച് ആദ്യം റൗണ്ടിനെ മടക്കി തയ്ക്കുക. എന്നതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക് ഇതിന് മുകളിലേക്ക് ഇതേപോലെ വെച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് മടക്കി തയ്ക്കാനുള്ള വീതിയിൽ തുണി ഇങ്ങോട്ട് പിടിക്കുക. എന്നിട്ട് ഒരു 2 പോയിൻറ്റോളം അല്ല, ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഒന്നും വേണ്ട, ഒരു 2 പോയിൻറ്റ് അത്രയും തയ്യൽ തുമ്പ് താഴത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ഇലാസ്റ്റിക് അവിടെ വെച്ച് ഒരു പിന്ന് ഇതുപോലെ കുത്തി കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക് വെട്ടൊന്നും ചെയ്യണ്ട, നമ്മളിലുള്ള ഇലാസ്റ്റിക് ഫുള്ളായിട്ട് അവിടെ വെക്കുക. എന്നതിന് ശേഷം നമ്മൾ ആ പിന്ന് കുത്തിയതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 2 പോയിൻറ്റോളം നമ്മൾ തുണി എക്സ്ട്രാ ഇങ്ങോട്ട് പുറത്തേക്ക് നീക്കിയിട്ടിട്ടുണ്ട് ഇലാസ്റ്റിക്കിൽ തട്ടാതെ. അതിലൂടെ നമുക്ക് തയ്ച്ചെടുക്കണം. ഇങ്ങനെ തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് തുണി വെക്കണം. അതുമല്ല തുണിയുടെ മുകളിലൂടെ തന്നെ വേണം നമ്മൾ സ്റ്റിച്ച് വരാനായിട്ട്, അല്ലെങ്കിൽ അവിടെ സ്റ്റിച്ച് താഴത്തേക്ക് പോന്നാൽ അവിടെ ഹോളായി പോവും, അപ്പോൾ ഇലാസ്റ്റിക് കാണും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ തട്ടരുത്. കാരണം നമുക്കത് തയ്ച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക് വലിച്ചിടാനുള്ളതാണ്, വലിച്ച് നമ്മൾ അളവ് ശരിയാക്കാനുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിച്ചടിക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വരെ നമ്മൾ റൗണ്ടായി തയ്ച്ച് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു 2-3 ഇഞ്ചോളം നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് നിർത്തുക കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ സൂചി നൂല് എടുക്കുകയാണ്. ഒന്നും ചെയ്തിട്ടില്ല, ഇലാസ്റ്റിക് വെട്ടിയിട്ടില്ല, കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒരു 2-3 ഇഞ്ച് ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ നൂല് വെട്ടിയെടുക്കുക. ഇനി നമുക്ക്
ഇലാസ്റ്റിക്കിൻ്റെ അരവണ്ണം കറക്റ്റ് ചെയ്തെടുക്കണം. അതിന് മുന്നേ നമ്മൾ ഈ അടിച്ചോടം എവിടെയും പിരിഞ്ഞിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കുക കേട്ടോ, പിരിഞ്ഞു പോവരുത്. ഇനി നമുക്ക് ഇലാസ്റ്റിക് വലിച്ചിടാം കേട്ടോ. അങ്ങനെ വലിച്ച് ചുരുട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിന്ന് കുത്തിയ ഭാഗം വിടരുത് കേട്ടോ, അവിടെ നന്നായിട്ട് ഉറപ്പിൽ തന്നെ നമ്മൾ പിന്ന് കുത്തി കൊടുക്കണം. എന്നതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക് ഇതുപോലെ വലിച്ച് ചുരുട്ടി ചെറുതാക്കി കൊടുക്കുക. അപ്പോൾ നല്ലോണം വലിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ മുകളിൽ സ്റ്റിച്ച് തട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വലിച്ചിടാനായിട്ട് പറ്റില്ല കേട്ടോ. കാരണം എലാസ്റ്റിക് വലിയില്ല, സ്റ്റിച്ച് വീണ് കഴിഞ്ഞാൽ എലാസ്റ്റിക്കിൻ്റെ മുകളിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. എന്നതിന് ശേഷം ഇതുപോലെ നമ്മൾ ചുരുട്ടിയിട്ട് പാൻറ്റിൻ്റെ അരവണ്ണം ചെറുതാക്കി എടുക്കുക. എന്നതിന് ശേഷം നമ്മൾ പാൻറ്റിൻ്റെ അരവണ്ണം ഉണ്ടല്ലോ, നമ്മൾ അളവ് പാൻറ്റിൻ്റെ, അത് വെച്ച് നോക്കട്ടോ അതിൻ്റെ കറക്റ്റ് ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇപ്പോൾ ആയിട്ടില്ല, കുറച്ചുകൂടി നമുക്ക് ചുരുട്ടാനുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ചുരുട്ടി ആ ചുരുക്കുണ്ടല്ലോ അതെല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ വലിച്ച് സമാക്കി കൊടുക്കണം കേട്ടോ, എല്ലാ ഭാഗത്തും ഒരേപോലെ വരാനായിട്ട്. ഇപ്പോൾ ഒരുവിധം നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ട്, വെച്ച് നോക്കാം. ഇപ്പം നമ്മുടെ അളവ് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഞാനൊന്ന് വലിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക്കിൻ്റെ അളവ് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സമാക്കി ചുരുട്ടി നോക്കണം കേട്ടോ. ഇപ്പം നമുക്ക് കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് എലാസ്റ്റിക്കിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ, അരവണ്ണം നമ്മൾ പിന്ന് വെച്ച സൈഡ്, അത് അയച്ചെടുക്കണം. അതിന് മുന്നേ നമ്മൾ എലാസ്റ്റിക് കറക്റ്റായി വലിച്ചതിന് ശേഷം 1 ഇഞ്ച് കൂടുതൽ മാറ്റിയിട്ട് എലാസ്റ്റിക് നമുക്ക് അവിടെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അരവണ്ണത്തിനേക്കാളും 1 ഇഞ്ച് അത് നമുക്ക് കൂട്ടിയടിക്കുമ്പോൾ തയ്യൽ തുമ്പിനായിട്ടാണ്. ഇനി ബാക്കി നമുക്ക് വെട്ടി മാറ്റി ഈ പിന്ന് കുത്തിയ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് ആ പിന്ന് ഊരിയെടുക്കണം. അപ്പോൾ ഒരിക്കലും ഈ മറ്റേ അറ്റം പിന്നു കുത്തി അറ്റം നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ വീണ്ടും നമുക്കിത് രണ്ടാമത് കോർത്തെടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് വേണം പിന്നൂരാനായിട്ട്. ഇനി ഇതേപോലെ ബാക്കിലേക്ക് വലിച്ച് നമ്മൾ 1 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു എലാസ്റ്റിക്കിൻ്റെ, അതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് പിടിക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ വെച്ച് നമുക്ക് ഇതിനെ നന്നായിട്ട് തയ്ച്ചെടുക്കണം. ഒരടിയോ 2 അടിയിലൊന്നും അടിക്കരുത്. കാരണം 2-3 പ്രാവശ്യം നമ്മൾ 2-3 അല്ല, എത്രത്തോളം നിങ്ങൾക്ക് തയ്ച്ചിട്ട് അതിന്മേൽ എലാസ്റ്റിക് പിടിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ പിടിപ്പിക്കുക കേട്ടോ. ഇപ്പം നമ്മൾ അവിടെ പിന്ന് കുത്തി കൊടുത്തേക്കാണ്, തയ്ച്ചിട്ടില്ല. കാരണം അരവണ്ണം ഒന്നുകൂടി നമുക്ക് സംശയം തീർക്കാനായിട്ടാണ്. ഇപ്പം നോക്കൂ, നമ്മുടെ അരവണ്ണം കറക്റ്റായിട്ടില്ലേ നമ്മൾ അളവ് പാൻറ്റിൻ്റെ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പാൻറ്റ് എലാസ്റ്റിക് വെട്ടുന്ന സമയത്ത് നമുക്ക് ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ എലാസ്റ്റിക് വെട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് എലാസ്റ്റിക്കിന് ഇതിന് മുകളിലേക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് പ്രാവശ്യം കെട്ടിട്ടിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറ്റുന്ന രീതിയിൽ തയ്ച്ചെടുക്കുക കേട്ടോ. അത്രയും നമുക്ക് ഉറപ്പ് വരുത്തണം. കാരണം എലാസ്റ്റിക്കാണ് നമ്മൾ അരവണ്ണം പാൻറ്റ് ഇങ്ങനെ കാല് കയറ്റിയിടുമ്പോഴും അരവണ്ണം കയറ്റിയിടുമ്പോഴൊക്കെ നന്നായിട്ട് പാൻറ്റ് ഇങ്ങനെ വലിക്കുമല്ലോ. ആ സമയത്ത് എലാസ്റ്റിക്കിന് മുകളിൽ അധികം സ്റ്റിച്ചൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിട്ടുപോരും എലാസ്റ്റിക് കേട്ടോ. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കെട്ടിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ തയ്ച്ചെടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് അരവണ്ണം നമ്മൾ ഹോള് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവിടെയൊക്കെ നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ നൂല് സൂചി ഇതിൻ്റെ മുകളിൽ നിന്ന് അഴിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഹോള് ഗ്യാപ്പ് ചെയ്യണം. നമ്മൾ 2-3 ഇഞ്ച് വിട്ടിട്ടാണല്ലോ നമ്മൾ എലാസ്റ്റിക് വലിച്ചെടുത്തത്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ എലാസ്റ്റിക് ഫുള്ളായിട്ട് റൗണ്ടായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുണ്ട്. ഇനി ഇത്രയും ഭാഗം നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഈ ജോയിൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾ എലാസ്റ്റിക്കിൻ്റെ മുകളിൽ തട്ടാതെ തന്നെ നമ്മൾ നേരത്തെ ചുറ്റുഭാഗം തയ്ച്ച് വന്നല്ലോ, അതേപോലെ തന്നെ തയ്ച്ചെടുക്കണം. എവിടെ വെച്ചാണ് നമ്മൾ സൂചി നൂലെടുത്തത് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ചെറുതായൊരു കെട്ട് അവിടെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അഴിഞ്ഞു പോരും. ഇനി ഇതേപോലെ നമുക്ക് വലിച്ച് പിടിക്കണം കേട്ടോ. ഇവിടെ അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, കുറച്ചല്ല വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും ഒന്നിങ്ങനെ വലിച്ച് പിടിക്കുന്നത് നന്നായിരിക്കും. കാരണം ആ ചുളുക്കുള്ളത് കൊണ്ടേ ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് ഒരു ചുളുക്കൊക്കെ അവിടെ ബാലൻസ് വരികയാണെങ്കിൽ അത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്നാണ്ട് ചുളുക്കിട്ട് കൊടുത്തിട്ട് അവിടെ നിന്നാണ്ട് അടിച്ച് മുഴുവനാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്ച്ച് ലാസ്റ്റ് എത്തുമ്പോൾ നമുക്കൊന്ന് കെട്ടിട്ടെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ നൂല് പെട്ടെന്ന് അഴിഞ്ഞ് പോരും. ഇപ്പോൾ നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഈ നൂലൊന്ന് വെട്ടിയതിന് ശേഷം ഇലാസ്റ്റിക് വലിച്ചിട്ട് തയ്ച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചുളുക്കൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ സമാക്കിയിട്ടെടുക്കുക. ഇതേപോലെ എല്ലാ ഭാഗത്തും കറക്റ്റാക്കിയിട്ട് എന്നിട്ട് പാൻ്റ് ഒന്ന് നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വലിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇലാസ്റ്റിക് ഇട്ട്. അത് പിരിഞ്ഞ് പോകാതിരിക്കാനായിട്ടാണ്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ അളവ് പാൻറ്റും അടിച്ച പാൻറ്റിനും ഇലാസ്റ്റിക്കിൻ്റെ അരവണ്ണം കറക്റ്റാണ്. ഇനി നമുക്ക് ഇതേപോലെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെയും വെച്ച് ഒരു ജോയിൻറ്റ് ചെയ്ത ഭാഗത്തുനിന്ന് ഇതേപോലെ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഇലാസ്റ്റിക് ഒരേപോലെ വലിച്ച് പിടിക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇലാസ്റ്റിക് വെക്കലിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻറ്റ് എലാസ്റ്റിക് ഇട്ട് തയ്ച്ചെടുക്കാനായിട്ട്. പ്ലാസോ പാൻറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ.